വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, ഈദ് റബീഇന്റെ കലാസാഹിത്യം നിറഞ്ഞ വേദിയിൽ പുസ്തകവായന നിശ്ചലമാകുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നല്ലത് പറയാനും കേൾക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകളാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. കാലം മാറുമ്പോൾ കോലവും മാറുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. ശരിയാണ്, കാലം അതിവേഗമാണ് മാറുന്നത്. കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് ചുറ്റിലുമുള്ളതൊക്കെ മാറി മറിയുന്ന കാഴ്ചകൾ. കുറച്ചു കാലം മുമ്പ് വരെ ഉറക്കി കേട്ടിരുന്നു വായന മരിക്കുന്നുവെന്ന്. മാറിയ കാലത്ത് വായന മരിക്കുകയല്ല ചെയ്തതെന്നാണ് സത്യം. വായനയുടെ കോലം മാറി. മാറിയ കോലമാകട്ടെ വായനക്ക് കൂടുതൽ സുഖം നൽകുന്നതാണെന്ന് മാത്രം. സ്ക്രീനിൽ നോക്കി വായിക്കാത്തവരായി ഇന്ന് ആരുമില്ലെന്ന് തന്നെ പറയാം. അതേസമയം പുസ്തകങ്ങളിലുള്ള വായന മരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ പഴയ കാലങ്ങളിലെ പബ്ലിക് ലൈബ്രറികളും മറ്റു ഗ്രന്ഥശാലകളുമെല്ലാം ചിതലരിച്ചു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നുണ്ടെന്ന വസ്തുതയ്ക്ക് നേരെ കണ്ണടക്കാൻ കഴിയില്ല. ശാരീരികോന്മേഷത്തിന് വ്യായാമം അനിവാര്യമാകുന്നത് പോലെ മനസ്സിന്റെ ഉണർവിനും ഉന്മേഷത്തിനും വ്യായാമം വേണം. മനസ്സിന് നൽകാവുന്ന ഏറ്റവും ഉത്തമമായ വ്യായാമമാണ് വായന. വായന മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് അനുഭവങ്ങളും ആശയങ്ങളും സന്നിവേശിപ്പിക്കുകയും മനസ്സിന് ആനന്ദവും ആസ്വാദനവും ലഭിക്കുകയും ഹൃദയത്തിന് വിശാലതയുണ്ടാവുകയും ചെയ്യുന്നു. വായന ഒരു സർഗസിദ്ധിയാണ്. ഇത് വളർത്തിയെടുക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ ചെറുപ്രായത്തിലേ ആരംഭിക്കേണ്ടതുണ്ട്. എങ്കിൽ അത് ഏതു പ്രായത്തിലും നിലനിൽക്കും. കുഞ്ഞുനാൾ മുതൽ മൂല്യമുള്ള കഥകളും പാട്ടുകളും കേട്ടുറങ്ങുന്ന കുട്ടികളിൽ വായനാശീലം വളരുമെന്ന് പഠനങ്ങൾ പറയുന്നു. സൈബർ യുഗവും സാങ്കേതിക വിദ്യയും വളർന്നു വികസിച്ച പുതിയ കാലത്ത് വായനയുടെ തോത് കുറഞ്ഞു പോകരുത്. സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും വായനയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ഓരോ ക്ലാസ് മുറിയിലും വായനാമൂല, ക്ലാസ് ലൈബ്രറി, ബുക്ക് കൈമാറ്റം തുടങ്ങിയ വിവിധ ഇന പരിപാടികൾ നടപ്പാക്കുകയും ചെയ്യുന്നു. ലോകം കയ്യിലെടുത്ത് അമ്മാനമാടിയ നെപ്പോളിയൻ ബോണപ്പാർട്ടും ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയും സ്വതന്ത്ര ഭാരതത്തിന്റെ പിതൃപദവിയിലെത്തിയ മഹാത്മാഗാന്ധിയും ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് സൈദ്ധാന്തികമായും ഭൗതികമായും വലിയ വലിയ സംഭാവനകൾ നൽകിയ അംബേദ്കറും നെഹ്റുവും അബ്ദുൽ കലാം ആസാദുമെല്ലാം പരന്ന വായനക്കാരായിരുന്നു. വായന മരിക്കുന്നു എന്ന് വിലപിക്കുമ്പോഴും ലോകമെങ്ങും പുസ്തകങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് യാഥാർത്ഥ്യം. പണ്ട് വീട്ടിൽ വരുത്തുന്ന ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ലൈബ്രറി പുസ്തകങ്ങളും കൊതിയോടെ വായിച്ചിരുന്ന തലമുറയായിരുന്നു. കഥ, കവിത, നോവലുകളുമെല്ലാം അവർ ആസ്വദിച്ച് വായിച്ചിരുന്നു. കടയിൽ നിന്ന് സാധനങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പത്രത്തുണ്ടിലെ അക്ഷരങ്ങൾ പോലും വായിക്കാൻ അവർ മത്സരിച്ചിരുന്നു. കിട്ടുന്നതെന്തും കിട്ടുന്ന സമയം കൊണ്ട് വായിക്കാൻ തൽപരരായിരുന്നു പണ്ടത്തെ ആളുകൾ. കാരണം അച്ചടി മഷി പുരണ്ട കടലാസുകളായിരുന്നു വായനക്കുള്ള അവരുടെ ഏക ആശ്രയം. ഇന്ന് ലോകം സെക്കൻഡുകൾ തോറും വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ രീതികളിലും മാറ്റം വന്നു. അതിന്റെ തുടർച്ചയെന്നോണം വായന പുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഇന്റർനെറ്റ് ലോകത്തേക്കും കടന്നു. എഴുത്ത് പേജുകളിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും വഴിമാറി. പണ്ടത്തെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏത് പുസ്തകങ്ങളും ഞൊട്ടിയിട്ട കൊണ്ട് മുന്നിലെത്തിക്കാൻ ഡിജിറ്റൽ തലമുറയിലെ വായനക്കാർക്ക് സാധ്യമാണ്. സോഷ്യൽ മീഡിയയുടെ വരവോടെ വായനയുടെ രൂപവും ഭാവവും മാറിയിട്ടുണ്ട്. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങിയ സൈബർ ലോകത്തെ പുതിയ പുതിയ ആപ്പുകളിലൂടെ അതിരുകളില്ലാത്ത ഡിജിറ്റൽ വായന സാധ്യമാകുന്നുണ്ടെന്നത് ശരി തന്നെയാണ്. ഒരുപാട് സാഹിത്യകാരന്മാരുടെ ചിന്തകളും അവരാർജിച്ച ശേഷികളുടെ സത്തും വിയർപ്പുമാണ് ഓരോ പുസ്തകങ്ങളും. ഒരു നല്ല പുസ്തകം 100 നല്ല സുഹൃത്തുക്കൾക്ക് സമമാണ് എന്ന ആപ്തവാക്യം എത്ര അർത്ഥഗർഭമാണ്. പുസ്തകങ്ങളെ പ്രണയിക്കാനും അവയോട് കൂട്ടുകൂടാനും സാധിച്ചാൽ അവ നമ്മിൽ സമൂഹത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുകൾ രൂപപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് പുസ്തക വായനയുടെ വെളിച്ചത്തെ പുതിയ തലമുറയിലേക്ക് നയിക്കുക. അതിനാൽ വായനയിലൂടെ ഉയരങ്ങൾ കീഴടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.